എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ We're getting into a very familiar portion from the word. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം നമുക്ക് വായിക്കാം. Genesis chapter 5 verse 24. Genesis chapter 5 verse 24. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. Enoch walked with God. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. And he was not, for God took him. എല്ലാവരും കണ്ണുകൾ അടച്ചൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. Every eyes closed and let prayer arise. പ്രാർത്ഥനയുടെ 13-ാം രാത്രിയിലും ദൈവസാന്നിധ്യത്തിന് ഒരു കുറവുമില്ല. Amen. The presence of God is immensely here tonight. രാജാതിരാജാവും കർത്താതി കർത്താവുമായവൻ ഈ രാത്രി ഇതിനകത്ത് ഉലാവിക്കൊണ്ടിരിക്കുമ്പോ കർത്താവിന്റെ സാന്നിധ്യം അറിയുന്നവർ അപ്പന് കൊടുക്കുന്നതാണ് ആരാധന. Amen. The King of Kings, the Lord of Lords is moving right now in this room. The expression, the love towards the Father is worship. അതുകൊണ്ട് കടന്നു വന്നവരെല്ലാവരും നാവ് തുറന്നു പ്രാർത്ഥിച്ചാൽ. Amen. Open your mouths tonight and start praising and worshiping the Lord. സഹോദരങ്ങൾ, കൂട്ടുകാർ, മാതാപിതാക്കൾ ആരും മൗനമായി ഇരിക്കരുത്. Let's not be silent here tonight. This moment, let's open our mouths and start praising God. Amen. Not to simply hear a sermon and go back, but to hear the voice of God. Lord, speak to me tonight. Open your mouth. Amen. നമ്മൾ പെന്തക്കോസ്തുകാരാണ്. അഭിഷേകത്തിന്റെ നിറവ് പ്രാപിച്ച ദൈവമക്കൾ കരങ്ങൾ ചലിച്ചു തുടങ്ങട്ടെ, നാവ് ചലിച്ചു തുടങ്ങട്ടെ. അന്യഭാഷയിൽ പാടുവാൻ കൃപ ലഭിച്ചവർ അന്യഭാഷയിൽ ആത്മനിറവിൽ അല്പസമയം കർത്താവിന് മഹത്വം കൊടുക്കാം. Oh, there's no hindrance to put your hands together. There's no hindrance to speak in tongues. Open your mouths tonight. Put your hands together tonight and start worshiping the Lord. ദൈവസാന്നിധ്യം വെളിപ്പെടാൻ, വചനം വെളിപ്പെടാൻ ഈ രാത്രി തടസ്സമായി നിൽക്കുന്ന അന്ധകാര വ്യാപാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തകർക്കുകയാണ്. Oh, we come against every powers of principalities that is coming against the movement of the word of God tonight. വചനത്തിന്റെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. Lord, open the doors of your word tonight. മാനുഷിക ശബ്ദമല്ല, ദൈവ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കൂ. Not a human voice, let the voice of God resound here. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. In Jesus name, amen. ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ കർത്താവിന് സ്തോത്രം. Lift your hands and praise God tonight. നമുക്കെല്ലാവർക്കും പരിചിതനായ ഒരു വ്യക്തി പ്രഭാവമാണ് ഹാനോക്ക്. Amen. Enoch is a very familiar character to all of us. പക്ഷേ ഏലിയാവിനെ പോലെയോ മോശയെ പോലെയോ ദാവീദിനെ പോലെയോ ഒന്നും നിരവധി അധ്യായങ്ങളോ പുസ്തകങ്ങളോ ഒന്നും ഹാനോക്കിനെ കുറിച്ച് പറയുന്നില്ല. കേവലം 4 സന്ദർഭങ്ങളിൽ മാത്രമാണ് എഴുത്തുകാർ ഹാനോക്കിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് പഠിച്ചപ്പോൾ മനസ്സിലായത് ഹാനോക്ക് ഒരു മിറക്കിളാണ്. അത്ഭുതമാണ്. Like Elijah, Moses, or any other characters in the word, we don't have a lot of instances or places where they speak about them, but it's only 4 instances where Enoch is mentioned. What I understood in my study is that Enoch is a miracle. ഹാനോക്കിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം നമ്മൾ വായിച്ച വേദഭാഗമാണ്. 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലാണ് ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. Amen. Enoch's first mention is happening in Genesis chapter 5 verse 21 to 24 onwards. രണ്ടാമത്തെ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് എബ്രായ ലേഖനം 11-ാം അധ്യായം 5-6 വാക്യങ്ങളിലാണ്. Amen. The second mention is in Hebrew chapter 11 5 and 6 verses. മൂന്നാമത് രേഖപ്പെടുത്തിയിരിക്കുന്നത് യൂദയുടെ പുസ്തകം 14, 15, 16 വാക്യങ്ങളിലാണ്. Amen. The third mention is in the letter to Jude in verse 14, 15 and 16. സുവിശേഷത്തിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ ജീനിയോളജി എഴുതിയപ്പോഴും ഇദ്ദേഹത്തിന്റെ പേര് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. Amen. In genealogy, that is in Gospels and what we see in Chronicles, his name is mentioned. ആ രണ്ട് വേദഭാഗങ്ങൾ ഞാൻ എടുക്കുന്നില്ല. I'm not touching those 2 portions. ഇന്ന് രാത്രി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ പറയപ്പെട്ട 3 സന്ദർഭങ്ങളിൽ നിന്നും ഹാനോക്കിന്റെ 4 ജീവിത ദർശനങ്ങളെ കുറിച്ചാണ്. Amen. But we're going to look into Enoch's 4 major lifespan that is mentioned across 3 different portions in the word. അപ്പോൾ 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഹാനോക്കിന്റെ ഒന്നാമത്തെ ജീവിത ദർശനം അവൻ ദൈവത്തോട് കൂടെ നടന്നവനായിരുന്നു. The first speciality that we see about Enoch is that he walked with God, that we see in Genesis chapter 5 verse 21. ലേഖനം 11-ാം അധ്യായം 5 മുതൽ 6 വാക്യങ്ങളിൽ മറ്റൊന്ന് കാണാൻ കഴിയും, ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാനോക്ക്. Amen. In Hebrews chapter 11 we see a Enoch who is pleasing God. എത്ര ഹാനോക്കിനെ പരിചയമുണ്ട്? How many Enochs do you know? ഈ ഹാനോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതനാണ്. We know this Enoch. എന്നാൽ മറ്റൊരു ഹാനോക്കിനെ കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കെങ്കിലും ഒന്ന് പറയാമോ? But the word talks about another Enoch. Who is that? സത്യം പറഞ്ഞാൽ ഞാൻ 2-3 നേരത്തെ ചോദിച്ചിട്ടുണ്ടേ, ഇവിടെ മാത്രമേ കൃത്യമായി ഉത്തരം കിട്ടിയുള്ളൂ.
Amen. I've asked this question in several places, but here is the only place that I got a പറഞ്ഞതിന് response. ഉത്തരം കേട്ടോ. Did you hear? കയ്യിന്റെ മകനായ ഹാനോക്കിനെ കുറിച്ച്. Amen. We hear about Cain's son Enoch. പക്ഷെ ഓർക്കാത്തതിൽ എനിക്ക് നിരാശയൊന്നും തോന്നിയില്ല. അത് ഓർക്കാത്തത് ഒരു ദൈവനീതിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. I always think that I was not upset because you did not remember about Cain's son. ഞാൻ പറയാം, ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 4:16 മുതലുള്ള വാക്യങ്ങളിലാണ്. In Genesis chapter 4 verse 16 onwards is where we see about the mention of Cain's son Enoch. എന്തായാലും നമ്മൾ ഈ പലരും തീരുമാനം എടുക്കാറുണ്ടല്ലോ, ജനുവരി 1-ാം തീയതി നിങ്ങളോട് എടുക്കുന്നത് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ആഴ്ച ഈ വർഷം ബൈബിൾ മുഴുവനും വായിച്ചത്. Every January 1st we decide to read through the entire word. തീരുമാനം എടുക്കുന്ന ആവേശത്തിൽ ഒരു 10 അധ്യായം വായിക്കും. Amen. On the urge or the zeal of taking the decision, we might complete 10 chapters. ഇത് 4-ാം അധ്യായത്തിൽ എന്നിട്ട് പോലും ഇവിടെ മിക്ക ആൾക്കാരും മിണ്ടിയില്ല. അപ്പൊ ഓർക്കാതിരുന്നതിന് അതൊരു ദൈവനീതിയുണ്ട്. And this comes in the 4th chapter, but still we do not remember. That means there is a righteousness of God that is there in that. കോമണൈസ് ചെയ്ത് പറയാണ്, ഈ രണ്ട് ഹാനോക്കുമാരും രണ്ട് കാലഘട്ടത്തിന്റെ പ്രതിനിധികളാണ്. ഒരു കാലഘട്ടത്തിന്റെ രണ്ട് പ്രതിനിധികളാണ്. In a general context, we understand both the Enochs are a representation of a timeline or an era. കയീന്റെ മകൻ ഹാനോക്കിനെ കുറിച്ച് ആദ്യം ഒന്ന് പറയാം. Let me talk about Cain's son Enoch first. കയീനെ ദൈവം ശപിച്ചു. കയീൻ ഒരു കൊലപാതകിയായി ദൈവം അവനെ ശപിച്ചു. Cain became a murderer and God cursed Cain. എന്നിട്ട് ദൈവം ശപിച്ചത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെപ്പെട്ട ചിന്ത എന്താണെന്നറിയോ? പിന്നെ അങ്ങ് അലച്ചിലാണ്. ഒരലച്ചിലും ഇല്ലായിരുന്നു. നേരെ നോദേശത്ത് ചേർന്ന് നല്ല ഒന്നാമതൊരു ഒരു പട്ടണം ഒന്ന് പടും. Amen. What happened when we think about God cursing? We think his life is becoming troublesome. But what happens is he went to another place called Nor and an entire city he built. നമ്മളൊരു വീട് വെക്കാൻ പെട്ട പാട് നമുക്കറിയാം. We know the trouble that we took to build a house. നാട്ടിലെ കോണ്ടസ്യം പറഞ്ഞു. പക്ഷേ ഈ കൊലപാതകി ദൈവം ശപിച്ചവൻ ചെന്ന് ഒന്നാമതൊരു ഒരു പട്ടണം. But this murderer went and built an entire city out. അപ്പൊ നിങ്ങൾക്ക് നിരാശ വന്നുള്ള കാര്യം പറയാം, ലോക ചരിത്രത്തിൽ ആദ്യം പട്ടണം പണിത് ഒരു പെന്തക്കോസുകാരനുമല്ല, ഒരു കൊലപാതകയാണ്. Amen. The first person who built an entire city was not any Pentecostal, but he was a murderer. പട്ടണം പണിതിട്ട് പട്ടണത്തിന്റെ മോന്റെ പേരങ്ങിട്ടു. Amen. He built the city and put the named the city of his son, named the city after his son. പേര് പട്ടണത്തിന് മോന്റെ പേരിട്ട് കൊടുത്തതിന്റെ കാരണം എന്തുവായിരിക്കും? Amen. What is the reason behind him naming the city after his son? ചരിത്രം അവസാനിക്കുന്നവരെ എന്റെ കൊച്ചന്റെ പേരാരും മറക്കാൻ പാടില്ല. Amen. അതിനാണ് ആദ്യം ലോക ചരിത്രത്തിലെ പട്ടണത്തിന് സ്വന്തം മോന്റെ പേരിട്ട് കൊടുത്തത്. Amen. The only reason for him to name the city after his son is because his son's name should be made sure that it's in part of the history always. 10-50 വർഷം ബൈബിൾ വായിച്ചിട്ടുള്ള നമ്മുടെ ആന്റിമാർക്ക് പോലും അതൊരു നീതിയാണ്. Amen. കാര്യം പേരുണ്ടാക്കാൻ ഇറങ്ങിയവരാരും പേരുണ്ടാക്കിയിട്ടില്ല. പക്ഷേ അബ്രഹാമിനോട് പറഞ്ഞു, മോനെ ഞാൻ നിന്റെ പേര് വലുതാക്കും. അവന്റെ പേര് ഇതും നിൽക്കുന്നുണ്ട്. Amen. We've read Bible several times and we did not remember this fact. That is the righteousness of God, because anybody who wants to build their name will never be remembered. But Abraham, the Lord established his name. അപ്പൊ കയീന്റെ മകന്റെ പേര് ഹാനോക്കാണ്. Amen. Cain's son's name is Enoch. പറയത്തില്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ നോക്കി പറയണം. ഇനി ഹാനോക്കിന് ഒരു മകൻ ഉണ്ടായിരുന്നു. മകന്റെ പേരറിയോ? Amen. ഈരാദ് എന്നാ പേര്. ഈരാദ്. Irid is the name of Enoch's son. ഈരാദിന് ഒരു മകൻ ഉണ്ടായിരുന്നു. പേര് മെഹൂയേൽ അല്ലേ? മെഹൂയേൽ. Irid had a son named Mehujael. മെഹൂയേലിന് ഒരു മകൻ ഉണ്ടായിരുന്നു. പേര് മെഥൂശേൽ. And Mehujael's son's name was Methushael. മെഥൂശേലിന് ഒരു മകന്റെ പേരുണ്ടായിരുന്നു. പേര് ലാമെക്ക് എന്നാണ്. And Methushael's son's name was Lamech. ഈ ലാമെക്ക് സാധാരണക്കാരനായിരുന്നു. അവന്റെ കാലത്താണ് ഒന്നല്ല 2-3 പെണ്ണിനെയൊക്കെ കെട്ടാന്നുള്ള ഒരു നിയമമാണ്. It is the first time in the history where he took 2 wives, and that is when this whole polygamy came into picture. ചരിത്രത്തിൽ ആദ്യം ഒരു കവിത എഴുതിയതും പുള്ളിയാണ്. The first poetry was written by this man Lamech. 4-ാം അധ്യായം 23-ാം വാക്യം നോക്കിയേ. In chapter 4 verse 23 can we read? കവിത കൊള്ളത്തില്ല എങ്കിലും ഒന്ന് വായിക്കൂ. It's not a great one, but let's take a read. Yes. എങ്ങനുണ്ട്? സത്യം പറഞ്ഞാല് ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ടല്ലോ, ഈ DNA ഒരു മാച്ചിങ് ഉണ്ട്. വല്യപ്പനായിരുന്നു കൊലപാതകി, പക്ഷേ തലമുറ 7 കഴിഞ്ഞപ്പോഴും അവൻ പറയുന്നത് വെല്ലുവിളിക്കുന്നത് അപ്പന്റെ പേര് പറഞ്ഞ. Amen. There's always a factor in the whole concept of DNA. Even after 7 generations down the lane, he's still challenging people in the name of his grandfather who committed a murder. കയീന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമെക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. Amen. In verse 24 we read, if Cain's revenge is 7-fold, then Lamech's is 77-fold. കിട്ടി 3 മക്കള്. And Lamech also had 3 sons. മൂത്തവന്റെ പേരാണ് യാബാൽ. And the first one's name is Yabal. യാബലിന്റെ പ്രത്യേകത
What's the speciality of Yahweh? വായിച്ചവരൊക്കെ പറ. സാധാരണ ആന്റിമാരെങ്കിലൊക്കെ ഒന്ന് പറയുന്നതാ എവിടെയെങ്കിലും. കൂടാരവാസികൾക്കും പശുപാലകർക്കും പിതാവ്. He is the father to shepherds and everybody, all the people in the field. രണ്ടാമതൊരു മകനുണ്ടായിരുന്നു, അവന്റെ പേരാണ് യൂബാൽ. His name, the second son's name is Jubal. കിന്നരവും വേണു ഉപയോഗിക്കുന്നവരുടെ അപ്പൻ. He is the father of harps and instruments. ഞങ്ങളുടെ കൊച്ചൻ തല്ലി പൊട്ടിക്കുന്നുണ്ട്. Our boy is breaking their whole drums. കീബോർഡ് വായിക്കുന്നുണ്ട്. ഇതൊന്നും തെറ്റെന്ന് ആൾ പറയല്. പാസ്റ്റർ വന്നിട്ട് ഞങ്ങൾ പാട്ട് പാടുന്നതിന് ഒരു കുറ്റം പറഞ്ഞത്. സത്യം പറഞ്ഞാൽ കുറ്റമൊന്നും പറഞ്ഞതല്ല. പക്ഷെ ഇതിന്റെ എല്ലാ അപ്പൻ ദൈവമക്കളൊന്നും അല്ല. കുലപാതകയുടെ മക്കളാണ്. Amen. The father or the forefather of the father of this music and this whole concept of poetry is a generation of murderers. മൂന്നാമത്തെ മകന്റെ പേരാണ് തൂബക്കൈ. Third person's name is Tubal-Cain. അവൻ ചെമ്പും ഇരുമ്പും ഉപയോഗിക്കുന്ന അപ്പനായിരുന്നു. Amen. He is the father of iron and bronze. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയ, സത്യം പറഞ്ഞാൽ ഒരു കൊലപാതകയാണെങ്കിലും ശാപം കിട്ടിയവനായാലും തലമുറയ്ക്ക് ഭൗതിക മണ്ഡലത്തിൽ വല്ല കുഴപ്പമുണ്ടായോ? Amen. Even though his grandfather was cursed, do you see any lack in the lives of their generation? അവന്റെ തലമുറ എല്ലാം മുടിഞ്ഞു പോകുന്നു. എവിടെ we are under ഭൗതികമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഏഴാം തലമുറ വന്നപ്പോഴാണ് ചിലിചിലാവുന്നു. Amen. We are under a concept that their entire generation is cursed and they are in a lot of trouble, but even 7 generations down the lane they are all living comfortably. ഈ ഒരു ഹാനോക്ക് ഒരു കാലഘട്ടത്തിന്റെ അങ്ങനെ ഒരു പ്രതിനിധിയാണ്. Amen. Enoch was one such representative of a timeline or an era. ഇനി മറ്റൊരു ജീനിയോളജി പറയാം. നമ്മളിപ്പോ പറയാൻ പോകുന്ന ഹാനോക്കിന്റെ ജീനിയോളജി. Then let me come back to the genealogy of the Enoch. That's a central character of Enoch. ഹാബേൽ കൊല്ലപ്പെട്ടത് എന്തിന്റെ പേരില? Why did Abel give up his life? വ്യഭിചാരം ചെയ്തിട്ടല്ല. Abel did not lose his life because he did immoral sin. കാശ് മോഷ്ടിച്ചിട്ടല്ല. Not because he stole money. മറിച്ച് മര്യാദയ്ക്ക് ആരാധിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതിന്റെ ഫലമായിട്ട് ജീവൻ കൊടുക്കേണ്ടി വന്നവനാ ഹാബേൽ. Amen. Abel is the one who had to give up his life because he decided to sacrifice as worship. ഇനി നിങ്ങളോട് ചോദിക്കാണ്, ഹാബേൽ മരിച്ചെങ്കിൽ ഹാബേലിന് പകരം ദൈവം ഒരു സന്തതിയെ കൊടുത്തു. അതിന്റെ പേര് അറിയാമെന്ന് എന്റെ ചിന്ത. അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു. Amen. പറഞ്ഞോ? ബൈബിൾ പേരല്ല നീ വിളിച്ചു പറയുന്നേ. ശേത്ത്. Amen. ശേത്തിനൊരു മകനുണ്ടായിരുന്നു. മകന്റെ പേരറിയോ? ഏനോഷ് എന്ന. ഏനോഷിന്റെ താഴെ സ്വർഗം ഒരു അടിക്കുറിപ്പ് എഴുതി വെച്ചു. അവന്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. Amen. Abel, in replacement to Abel, there was a name called Seth that came into play. God gave them a son, and Seth's son Enosh, and it is written about Enosh saying at his time worship was re-established. എന്റെ പ്രിയപ്പെട്ടവരെ, ഹാബേൽ മരിച്ചത്, ബല കൊടുത്തത്, രക്തം ഒഴുകിയത്, ജീവൻ അർപ്പിച്ചത് ആരാധനയുടെ പേരിലാണെങ്കിൽ അതിന്റെ പകരം ദൈവം കൊടുത്ത സന്തതിയുടെ കാലത്തും ആരാധനയിൽ പുറകോട്ട് പോയില്ല. അവന്റെ കാലത്തെ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. Amen. If Abel laid down his life in the name of worship, when the Lord replaced him with Seth, even in his generation's time, worship was not replaced. Worship became more powerful. അപ്പം ഹാബേലിന് പകരം ദൈവം ശേത്തിനെ കൊടുത്തു. ശേത്തിന്റെ മകനുണ്ടായി ഏനോശ്. ഏനോശിന്റെ പേരുടെ പേര് അറിയാം. ബൈബിൾ നോക്കി അങ്ങ് പറ. നിങ്ങളല്ലേ പറയത്തില്ല, അറിയാം. അതുകൊണ്ട് കേനാൻ എന്നാണ്. കേനാന്റെ മകന്റെ പേര് മഹലേൽ. മഹലേലിന്റെ മകന്റെ പേര് യാരദ്. യാരദിന്റെ മകന്റെ പേര് ഹാനോക്ക്. ഹാനോക്കിന് ഒരു അർദ്ദിക്കുറിപ്പ് സ്വർഗം എഴുതി വെച്ചു. അവൻ കാശുണ്ടാക്കിയെന്ന് എഴുതിയില്ല. അവൻ ഇന്നതിന്റെ അപ്പനാന്ന് എഴുതിയില്ല. അവൻ ദൈവത്തോട് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. Amen. From verse 10 onwards, we see the genealogy of Enosh, and we see the several names of their sons, and we come down to Enoch, and the Lord is specifically mentioning Enoch walked with God, and he was not, for God took him. എന്നെ അതിലും ആവേശം കൊള്ളിച്ച കാര്യം അവിടെ കൊണ്ട് നിന്നില്ല. ഹാനോക്കിന്റെ മകന്റെ പേരാണ് മെഥൂശലേഹ്. മെഥൂശലേഹിന്റെ മോന്റെ പേരാണ് ലാമേക്ക്. ലാമേക്കിന് ഒരു മകനുണ്ടായിരുന്നു, പേര് നോഹ. നോഹയുടെ അടിക്കുറിപ്പ് സ്വർഗം എഴുതി വെച്ചു. അവന് യഹോവയുടെ കൃപ ലഭിച്ചു. Amen. And then that also did not end there. Enoch had a son Methuselah, and Methuselah had a son Lamech, and Lamech had a son Noah. And about Noah, God is saying God found him righteous and he had the grace of God. തലമുറയുടെ ഭാഗമായിട്ടാണ് അബ്രഹാം കയറി വരുന്നത്. Amen. It is part of Noah's genealogy. Abraham is coming to picture. അബ്രഹാമിന്റെ തലമുറയുടെ ഭാഗമായിട്ടാണ് ദാവീദ് കയറി വരുന്നത്. Amen. It is part of Abraham's genealogy. David is coming to picture. ദാവീദിന്റെ തലമുറയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നത്. Amen. It is
part of David's family and genealogy, Jesus, our Redeemer, is coming into picture. ഉപവാസ പ്രാർത്ഥനയുടെ 13ാമത്തെ ദിവസം ഈ രണ്ട് പ്രതിനിധികളെ മുമ്പിൽ വെച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. Amen. Tonight on the 13th day, let me ask you, representing two different people in this house. കാര്യം നടക്കാനും പിന്നെ കുറച്ച് പൈസ കിട്ടാനും വേണ്ടി ഒരു കാരണവശാലും ഇതിനകത്ത് കയറരുത്. Amen. To get things done and to have your things sorted, you don't have to come in here. ഈ പ്രാർത്ഥിക്കുന്ന സമയം കൂടെ ജോലിക്ക് വാങ്ങി അതിനെ കൂടെ കാശ് കിട്ടും. Amen. If you go work this time that you are sitting here, you will get more money. അതുകൊണ്ട് കാശ് കിട്ടാനുള്ള കയ്യടിയല്ല ദൈവസാന്നിധ്യം. Amen. So to make wealth, we don't worship. To make wealth, we don't clap. കയ്യിന്റെ സന്തതി വരുന്നത് നമ്മളോട് വിളിച്ചു പറയുന്നത് അതാ. Amen. That is what Cain's entire genealogy and generation is calling out and telling to us. ഒരു ഭക്തൻ ആരാധനയ്ക്ക് വേണ്ടി വില കൊടുത്തപ്പോൾ, But when one man decided to pay a price for worship, തലമുറകൾ 10 കഴിഞ്ഞിട്ടും അതും ദൈവസന്നിധിയിൽ ഉണ്ടായിരുന്നെങ്കിൽ, amen, even after 10 generations, if there were children in the presence of God standing upright, ഞാൻ സാധാരണ മാതാപിതാക്കളോടൊക്കെ പറയാറുണ്ട്, പിള്ളേർക്ക് വേണ്ടിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കണം. amen, at least for your children and your generations, you must live righteous. നമ്മൾ കൈയടിക്കത്തുമില്ല, സ്വോത്രം പറയത്തുമില്ല, ചുമ്മാ വന്ന് കുത്തിയിരുന്നിട്ട് തലമുറ അനങ്ങണം 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 എന്ന് പറഞ്ഞ പിള്ളേർ അനങ്ങത്തില്ല. Amen. We don't worship, we don't clap our hands, we don't spend time in God, and then we tell our generations are not doing so, we can't complain. നമ്മൾ കൈയടിക്കുന്നത് കണ്ടിട്ട് അവർ കൈയടിക്കണം. Amen. They must worship seeing you worship. നമ്മൾ ആരാധിക്കുന്നത് കണ്ടിട്ട് അവർ ആരാധിക്കണം. They must worship seeing you worship. നമ്മൾ യേശുവിനെ ഉയർത്തുന്നത് കണ്ടിട്ട് അവർ ദൈവത്തെ ഉയർത്തണം. They must lift Jesus seeing you lift Jesus. വചനം കേൾക്കുമ്പോഴും എന്റെ തലമുറ എന്റെ കർത്താവിന് വേണ്ടി വേർതിരിയപ്പെടണമെന്ന് ഹൃദയത്തിനകത്ത് ആഗ്രഹമുള്ള പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. I thank the Lord for people who are praising God, saying, "My generations have to stand in the way of the Lord." Hallelujah. Amen. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം. Amen. ഇനി ഹാനോക്കിന്റെ 4 ജീവിത ദർശനങ്ങളാണ് പറയാൻ പോകുന്നത്. I want to get into 4 vision of Enoch. ഉൽപ്പത്തി പുസ്തകം 5 20 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. Amen. Genesis chapter 5 verse 21 to 24. ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക്. Enoch walked with God. ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക്. Enoch walked with God. എന്റെ പ്രിയപ്പെട്ടവരെ, അത് സത്യം പറഞ്ഞ ഒരു സൗഭാഗ്യമല്ലേ? Isn't that a huge blessing? അതിലും വലിയ സൗഭാഗ്യം വേറെ ഉണ്ടോ? Is there any other bigger blessing than walking with God? നമ്മൾ പാടാറുണ്ട്, യേശുവോട് ചേർന്നിരിപ്പാൻ എത്ര മോദമേ യേശുവിനാൽ ജീവിക്കുന്നത്. അത് നമ്മുടെ ബേബിച്ചൻ കടമ്പനിട്ട ഇങ്ങനെ ട്രെയിനിൽ പോയപ്പോൾ ട്രെയിനിന്റെ കീബോർഡ് വയ്ക്കാൻ നോക്കിയിട്ടില്ല, ഗിത്താറിന്റെ ട്യൂണില്ല, അപ്പൊ നോക്കിയപ്പോൾ ട്രെയിനിന്റെ ആടിയില്ല, അതിനനുസരിച്ച് എഴുതി വെച്ചതാ. യേശുവോട് ചേർന്നിരിപ്പാൻ എത്ര മോദമേ, അതുകൊണ്ടാണ് ആ ട്യൂൺ അങ്ങനെ വന്നത്. കമ്പയർ അടിക്കുന്നവർക്ക് പണ്ട് താളം തെറ്റുമായിരുന്നു. എന്റെ വിഷയം ട്രമ്മിന്റെ ട്രെയിനിന്റെ താളം. This song, that this particular song is written according to the beat or the movement or the noise that train movement makes. That is why it does not have a consistent tempo to be maintained. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുഭവം വെച്ച് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ? Amen. Isn't it our experience from our lives we can say? ദൈവത്തോട് കൂടെ നടക്കുന്നത് എന്നാ ഭാഗ്യം. What a blessing is it to walk with God. ഞാൻ തിരിച്ചൊരു കാര്യം പറയാം, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് വിശ്വാസമില്ലേ? Amen. Do you not have faith that God is with അത് us? സന്തോഷമാണ്. എന്റെ ജീവിതത്തിന്റെ കഷ്ടതയില്, സങ്കടത്തില്, ഉയർച്ചയില്, താഴ്ചയില്, വിലാപത്തില്, നൃത്തത്തിന്റെ അനുഭവങ്ങൾ എന്റെ അപ്പൻ എന്റെ കൂടെ ഉണ്ടെന്നുള്ളതൊരു ധൈര്യമാണ്. Amen. It is a courage and a joy that my Lord is with me in my ups and my lows and my highs and my downs. പക്ഷേ അതിനേക്കാളും വലിയൊരു കാര്യം എന്താണെന്നറിയോ? എന്റെ കൂടെ അഖിലാസ് പാസ്റ്റർ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് എനിക്കൊരു സന്തോഷമാണെങ്കിലും പാസ്റ്റർ കൂടെ നടക്കുക എന്ന് പറയുന്നത് എന്റെ ഡിസിഷനാണ്. Amen. Amen. Even though when I say Pastor Achilles is with me, it is my decision or my choice to intentionally start walking with that Pastor Achilles. കൂടെ നടന്നെന്നല്ല എഴുതിയിരിക്കുന്നത്, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. It is not mentioned God walked with Enoch. It is mentioned Enoch walked with God. നമ്മൾ പറയുമ്പോൾ നമ്മൾ വളരെ നിസ്സാരമായിട്ട് എടുക്കും, പക്ഷേ it is difficult task. Amen. It is a very difficult task. അതുകൊണ്ട് ആമോസിന്റെ പ്രവചനം 3-ാം വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്, 2 പേർ ഒത്തിട്ടല്ലാതെ എങ്ങനെ നടക്കും? 2 പേർ ഒത്തിട്ടല്ലാതെ എങ്ങനെ ഒരുമിച്ച് നടക്കും? Amen. That is why in Amos 3:3 we read, until 2 men intentionally decide to walk together, how will they get together? എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ എന്റെ മൈൻഡ് കർത്താവിന്റെ മൈൻഡ് ഒന്നായിരിക്കണം. എന്റെ ദർശനവും കർത്താവിന്റെ ദർശനവും ഒന്നായിരിക്കണം. എന്റെ ഹിതവും കർത്താവിന്റെ ഹിതവും ഒന്നായിരിക്കണം. ഇതെല്ലാം കൂടെ ഒത്തു വന്നാലേ ഒരുമിച്ച് നടക്കാൻ പറ്റൂ. Only when a lot of things come into play together, you can walk with God. Your vision and God's vision come together. Your desire and God's desire come in place together. Your perspective and God's perspective come together. നിർഭാഗ്യവശാൽ ദൈവസഭകളിൽ സംഭവിച്ചിരിക്കുന്ന അപകടം ഈ ഒരു ധാരണ ഇല്ലാത്തതിന്റെ പേരിൽ എങ്ങനെയും ഒക്കെ നടക്കാൻ ഇവര് ചിന്തിക്കുന്നത് കർത്താവ് കൂടെ ഉണ്ടെന്ന ഇല്ല. Amen.
unfortunately, in our churches, we take it for granted that we can somehow make it happen to walk with God, and we can do our things and still walk with God, and we think God is with us. But it's not happening. പോലെ ഏതൊരു കർത്താവ് അല്ലെങ്കിൽ ലോകം. This morning, like I shared, either it is God, otherwise it's the world. പെന്തക്കോസ്തുകാരുടെ നടപ്പെന്നാ ചോദിച്ചാൽ ഒരു കൈ കർത്താവിനെ പിടിച്ചിട്ടുണ്ട്. Amen. മറു കൈ ലോകത്തെ പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒരു പരുവത്തിൽ ഒരു പോക്ക്. Amen. Us as ഇത് believers, സ്വർഗ്ഗത്തിൽ പോകാനുള്ള വകുപ്പല്ല. Amen. ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി തന്റെ ഇടത്തോടെ ജീവിക്കണം. Amen. As us as believers, most of the times we have one hand on the world and the other hand gripped onto God. We are not entirely coming towards or reaching the destiny of eternity. We might end up in trouble. ഇപ്പൊ നമ്മൾ കേൾക്കുന്നില്ല ദൈവമക്കളായതുകൊണ്ടാണ് പുറത്തൊന്നും പോയി പറയാം. ലൈവ് ഒന്നുമല്ലല്ലോ, ലൈവ് അല്ലല്ലോ, വീഡിയോ എടുക്കുമല്ലേ. ഇത് കട്ട് ചെയ്തേക്കണം, IPC-കാരനെ വിടത്തില്ല, കാര്യം പറയണം. അപ്പം ഞാൻ ഈ IPC-യുടെ വരാൻ പറ്റത്തില്ല. Amen. Including me, let me tell and confess something. Including me, with our mindset in our human brain, God actually cannot walk with us. ആ സന്ദർഭങ്ങളില്ല, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ ചില സമയത്ത് കർത്താവ് നമ്മളെ വശീകരിച്ചിട്ട് ഒറ്റയ്ക്കാക്കിയിട്ട് നമ്മളെ ആ പരുവത്തിലാക്കിയിട്ടാണ് കത്തിച്ച് പുറത്തെടുക്കുന്നത്. Amen. That is when the Lord gets into the portion where we meditated a few days back. Lord allures you into the wilderness and He will ignite you and send you out. കാരണം യാക്കോബ് അവൻ ജനിച്ചപ്പോഴേ പ്രോമിസ് കിട്ടിയതാ അല്ലേ? Amen. Jacob is a person who he was born with a promise. അപ്പൊ സത്യം പറഞ്ഞാല് നമ്മൾ തിരിച്ച് ഞാൻ ആ കഴിഞ്ഞ ദിവസവും ഇന്നും ഉച്ച കഴിഞ്ഞിട്ട് ആ ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നു. Amen. ഈ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു, അനുഗ്രഹം തട്ടിപ്പറിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ആവശ്യത്തിലാണ് പ്രസംഗിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, വല്ല ഗുണം ഉണ്ടായി? Amen. When we talk about Jacob, we talk with a lot of encouragement as he took the birthright from his brother. Did it actually benefit him? അപ്പനെ കളിപ്പിച്ചു. I mean, he could actually deceive his father. സഹോദരനെ കളിപ്പിച്ചു. He could deceive his brother. അനുഗ്രഹം തട്ടിയെടുത്തു, സത്യം. He took hold of the blessing. Yes. വചനം അറിയാവുന്നവരോട് ചോദിക്കാണ്, ഒരു ദിവസം മര്യാദയ്ക്ക് വീട്ടിൽ ഉറങ്ങാൻ പറ്റും? Amen. But people who know the word would know, was he able to sleep even one day peacefully? ഒന്നും അല്ലെങ്കിലും അനുഗ്രഹം പോയെങ്കിലും ഏശാവ് സ്വന്തം വീട്ടിലേ കിടന്നു. Amen. Even though Esau lost his blessing, he was at least in his house sleeping peacefully. നമ്മൾ പാടുമ്പം പറയാറുണ്ട്, യാക്കോബിൻ എന്തോ ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞത് കയ്യിലിരിപ്പുണ്ട അല്ലേ? സത്യം പറഞ്ഞു ചിന്തിച്ചു നോക്കല, തമ്പുരാൻ തട്ടിക്കളഞ്ഞാന്നോ? ചേട്ടനെ കളിപ്പിച്ച അപ്പനെ കളിപ്പിച്ച തമ്പുരാൻ കൂടെ തട്ടിപ്പകാരൻ്റെ കൂടെ. അപ്പം വിചാരിച്ച നീ ഇച്ചിരി ആലയട്ടെന്ന് വിചാരിച്ചു. We have a song where we sing, we wandered like Jacob wandered. Why did Jacob wander? Jacob was wandering because of the decisions that he made in life. പിന്നെ എനിക്കൊരു രസകരമായിട്ട് തോന്നിയൊരു കാര്യം, ഇവൻ അപ്പനെയും കളിപ്പിച്ചു ചേട്ടനെയും കളിപ്പിച്ചു, പക്ഷെ അമ്മായി അപ്പം നല്ല ഒന്നാം തരം കളിപ്പിച്ചു. അത് എത്ര പ്രാവശ്യം കളിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് ഓർക്കുമ്പോൾ സത്യമായി സങ്കടം വരും. എന്നാലും ചെയ്തതിൻ്റെ ഒക്കെയാണ്. പിന്നെ പിള്ളേരെല്ലാം കൂടെ ചേർന്ന് കളിപ്പിച്ചു, എല്ലാവരും കൂടെ.
He deceived his father. He was successfully deceiving his brother, but his father-in-law deceived him, and the other people who were around him also deceived him very നമ്മൾ ഈ nicely. അനുഗ്രഹം തട്ടിപ്പറിച്ചു എന്ന് പറഞ്ഞ അനുഗ്രഹം കൊണ്ടൊന്നും ഒരു ഗുണവും ഈ കക്ഷിക്കുണ്ടായി. Amen. He snatched off the blessing. He snatched off the blessing, we will say, but it did not actually benefit him for a very long ഇവനെ time. കർത്താവിന് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായോണ്ട് But the Lord had a soft corner and a love towards കർത്താവിന് him. മനസ്സിലായി ഈ തട്ടിപ്പുകാരനെ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. I cannot do anything with such mindset in his life, കാരണം ഇവൻ എന്നെയും കൂടെ കളിപ്പിക്കാൻ നോക്കും. because he will also deceive me after a point. കർത്താവ് ചെയ്തൊരു കാര്യം എന്നറിയോ? You know what God did? ഇവനെ തിരിച്ച് യാബോക്കിന്റെ കടവിൽ കൊണ്ടുപോയി. Amen. The Lord brought him to the brook of Jabbok. അവിടെ കഴിപ്പ അകത്ത് ഭയം അങ്ങോട്ട് കയറി. Amen. And when he got there, there was a fear that instilled his heart. അവിടെ ചെന്ന് ഒറ്റയ്ക്ക് സ്വർഗം കയറി ഒരു പിടി പിടിച്ചു. At that point, the heaven alone took a grip of him. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ വചനം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. വശീകരിച്ചു മരുഭൂമി കൊണ്ടുപോയി. The Lord will allure you into a wilderness, into a lonely അവിടെ place. ചെന്നപ്പോ യാക്കോബ് പറഞ്ഞു, കർത്താവേ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ. അർത്ഥം പുള്ളിക്ക് മനസ്സിലായി. Amen. ഇതുവരെ കിട്ടിയതൊന്നും Amen. അനുഗ്രഹമല്ല. Amen. In that wilderness, when he was lonely, he cried out to God, saying, Lord, until you bless me. And that point, he understood that whatever blessings he received from other people is not satisfying, it's not benefiting നീ him. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. I will not let go of you until you bless me. എന്റെ പ്രിയപ്പെട്ടവരെ, ആ അനുഗ്രഹമാണ് യാക്കോബിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. It is that blessing of God that became a turning point in Jacob's life. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു ദൂത് പറയാം. Amen. Tonight, let me tell you a message. ഭൗതികമായ അനുഗ്രഹത്തെക്കാൾ ഉപരിയായി More than our physical blessings. ഇന്ന് രാത്രി ഇവിടെ ഇരുന്നു കൊണ്ട് കർത്താവ് എന്നെ ഒന്ന് തൊടണേ. Lord, touch me tonight if you can അങ്ങനെ ഒന്ന് pray. അനുഗ്രഹിക്കണേ എന്ന് Lord, bless me tonight. നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തിന് I സ്തോത്രം thank the ചെയ്യുന്നു. Lord for people who cry their heart out. കരമടിച്ച് അല്പസമയം ദൈവത്തിനൊന്ന് സ്തോത്രം Open your ചെയ്യാം. hearts and open your mouths and pray and worship the Lord tonight. Yaba mama nadara gabas ya braga kanadia. Adara jagal kamanadia. Kabara bara bara bara. സമയം മുമ്പോട്ട് പോകുന്നല്ലോ. ഇനി ഞാൻ നിരാശപ്പെടുത്താൻ പറയല്ല. അതുകൊണ്ടാണ് എൻ്റെ സുഹൃത്തുക്കളോടും എന്നോടുൾപ്പെടെ ദൈവാത്മാവ് സംസാരിക്കുന്നത്. നമുക്കെല്ലാം ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാം ചെത്തി ക്ലിയർ ആക്കാതെ, വിശുദ്ധിയുടെ തീ കത്താതെ ദൈവം ഉപയോഗിക്കത്തില്ല. Amen. Amen. That is why I tell to myself and my friends also, if you want to be used by God, you must go through a phase of pruning until you have the fire of holiness of God burning inside of you. You will not be used by God. കഴിഞ്ഞ ദിവസം മോശയെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. മോശ ലോകത്തിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യനാ പറഞ്ഞത്. പക്ഷെ പിന്നീടാ പറഞ്ഞത്. പക്ഷെ പഴയ സ്വഭാവത്തിന് ഒറ്റ അടിക്കൊരുത്തനെ കൊന്നു. എന്നെ അടിയായിരിക്കും അടിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് ഈ 60 ലക്ഷത്തെ 30 ലക്ഷത്തെ വേറെ എത്ര എണ്ണത്തെ പുള്ളി തട്ടിയാൽ ആ സ്വഭാവം മാറ്റാതെ ഈ നേതൃത്വത്തിലേക്ക് കർത്താവ് ഇറക്കി വെച്ചിരുന്നെങ്കിൽ ഓരോന്ന് വരുമ്പോഴും ഓരോ അടി, എത്ര എണ്ണത്തെ കൊന്നു. പക്ഷെ ദൈവത്തിന് അറിയാം ഇങ്ങനെയുള്ളവനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. Amen. We talk about Moses, we talk about his soft corner and his softness of heart, but he had an old character in his life where with one blow he actually killed a man. If that was his character with which he stepped into the leadership to lead the people of Israel, for every challenge he would have killed multiple of people. പക്ഷെ അതിന് കർത്താവ് ഇവനെ പണച്ച് തിരിച്ച് മരുഭൂമി കൊണ്ടുപോയി അലച്ചിട്ട് അവസാനം എനിക്ക് സംസാരിക്കാൻ പോലും അറിയത്തില്ല എന്ന് വട്ടപൂജ്യമായപ്പോ കർത്താവിന് മനസ്സിലായി ഇപ്പൊ എനിക്ക് ഇവനെ ഉപയോഗിക്കാൻ കൊള്ളാം. But now the Lord is alluring him to the wilderness, made him wander a lot, and he got to a point where, Lord, I cannot even talk. He surrendered his life entirely to God. That is when God understood, I can use him now. ചില now. മേഖലകൾ സ്വർഗം ചെത്തുമ്പോ നിരാശപ്പെടരുത്, വേദനപ്പെടരുത്. തകർക്കാനല്ല, ഒരു പൊൻപാത്രമാക്കി പുറത്തെടുത്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണെന്ന് തിരിച്ചറിവുള്ളവർക്കായി ദൈവത്തിന്. I thank the Lord for people with the realization that when the Lord prunes, it is not to destroy you, but it is to build you up. സമയം പോകുന്നല്ലോ. ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക്. Enoch walked with God. ഇനി എബ്രായ ലേഖനം 11:5-6 ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാനോക്ക്. Enoch who pleased God. Hebrews chapter 11 verse 5. അപ്പം കണ്ടോ, വാക്യം കണ്ടോ? ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാനോക്ക് ജീവിതത്തിന്റെ രണ്ടാമത്തെ ജീവിത ദർശനമാണ്. Enoch who pleased God. എനിക്ക് അതിനകത്ത് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. എന്നാ അറിയോ? നിങ്ങൾ ആ എബ്രായ ലേഖനം നോക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷി പ്രാപിച്ചു. Amen. He got the testimony that he received. By faith, Enoch was taken from this life that he did not experience death. God found that he was faithful. This testimony was spoken about him before he died. Yes. എന്ന് പറഞ്ഞാല് അത് കൃത്യമായിട്ട് എഴുതി വെക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? സാക്ഷ്യം പ്രാപിക്കേണ്ടത് എപ്പോഴാണെന്നറിയാം? പോകുന്നതിന് മുമ്പ് പ്രാപിക്കണം. Amen.
This is specifically mentioned because you must have a good testimony of your life, not when you are died and in the coffin before that. പക്ഷേ ഒരുമാതിരിപ്പെട്ട അച്ചാച്ചന്മാരെല്ലാം അങ്ങ് പോയി കഴിയുമ്പോൾ വിശുദ്ധന്മാരാണ്. A lot of people, after they are dead and they are in the coffin, they are saints. എങ്ങനെ ജീവിച്ചാലും നിങ്ങൾ ഫ്യൂണറിന്റെ ലൈവ് ഒക്കെ കാണാറുണ്ടല്ലോ. ആരെങ്കിലും ഇയാൾ കുഴപ്പക്കാരനെന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? Amen. എങ്ങനെ ജീവിച്ചാലും മരിച്ചു കഴിയുമ്പോൾ പറയും കർത്താവിനെക്കാളും വിശുദ്ധനാണെന്ന് പറഞ്ഞ് വിശുദ്ധപ്പട്ടം കൊടുത്താൽ നമ്മൾ വിടും. Amen. In whichever circumstance you see a burial service back in Kerala, you will understand that how much ever bad this man was, we will give him a position greater than a saint and then we'll send him off. അതവിടെ ഇരിക്കുന്നവർക്ക് അച്ഛൻ്റെ ഭാര്യയ്ക്കോ പിള്ളേർക്കൊക്കെ സന്തോഷമാവും എന്നുള്ളതല്ലാതെ തന്നെ അപ്പുറത്തേക്ക് ഒരു ഗുണമില്ലാത്തൊരു സാധനം. Amen. കാരണം ഇത് പറയുന്നവർക്കും അറിയാതെ കള്ളമാണ്. It is a clean nonsense. ഇരിക്കുന്നവർക്കും അറിയാതെ കള്ളമാണ്. Amen. പിന്നെ ഒരു സുഖം, ഏതാ 2 മണിക്കൂറത്തെ സുഖം. നമുക്ക് ആ സാക്ഷ്യം വേണ്ട. Amen. നമുക്ക് വേണ്ടത് ജീവനോടിരിക്കുമ്പോൾ ആളുകൾ പറയണം വിശുദ്ധനാണ്. Amen. കർത്താവ് സർട്ടിഫിക്കറ്റ് തരണം, ഞാൻ വിശുദ്ധനാണ്. Amen. Heaven and God must equally certify that we are a holy people and a holy generation, and when we are alive, others around us must tell the same testimony about us. ടെസ്റ്റിമണി എന്ന് പറഞ്ഞാൽ അങ്ങനെ. Amen. That is what it means by testimony. ഇവിടെ സാക്ഷ്യമുണ്ടോ ഞായറാഴ്ച? ഉണ്ട്. അപ്പം പിന്നെ സത്യം പറഞ്ഞ അതോ പ്രയർ റിപ്പോർട്ടും പിന്നെ പ്രൈസ് റിപ്പോർട്ടും ആണോ? Is it praise report and prayer report, or we talk about testimony? അതാ നല്ല വകുപ്പ്. സാക്ഷ്യം എന്തായാലും ഞാൻ എഴുന്നേറ്റ് അയ്യോ ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്ന സാക്ഷ്യം. സത്യം പറഞ്ഞാൽ അത് പൊങ്ങച്ചമാണ്. ഞാൻ ആരാന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? What is the point of me talking about myself, be saying under its testimony? ഭാര്യ പറയണം, Amen. അച്ഛൻ പറയുന്ന സത്യമാണ് Amen. എന്ന് പറയണം. Amen. പിന്നെ നാട്ടുകാർ പറയണം Amen. വിശുദ്ധനാണ്. Amen. പിന്നെ കർത്താവും കൂടെ പറയണം. Amen. അങ്ങനെ പറഞ്ഞാൽ അതാ സാക്ഷ്യം. Amen. അല്ല ഞാൻ എഴുന്നേറ്റിട്ട് ഞാനാരോ അയ്യോ അത് പൊങ്ങച്ചം. The fact of testimony is the fact that people around you, your spouse, the people around you, and God must tell that you are so and so, you are a holy generation. But if you are getting to a place where you are boasting about self, പ്രിയപ്പെട്ടവരെ, ജീവനുള്ള കാലത്ത് ലോകം നമ്മളെ കൊണ്ട് സാക്ഷ്യം പറയിച്ചാൽ അതാ സാക്ഷ്യം. Amen. If you are getting to a place where you get to share the testimony of your life when the world talks about you, that is the real testimony. കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറയാം, സത്യം പറഞ്ഞാൽ ഇന്ന് നാട്ടിലൊക്കെ സഭകളിൽ ആള് വരാത്തതിന്റെ പ്രധാന കാര്യം എന്നറിയാം, സാക്ഷി നഷ്ടപ്പെട്ടു പോയി. Amen. You know why churches are getting weaker and weaker? There is no strength in the churches because there is no people of God who are living with a good testimony. ഇന്നാണ് വരാൻ പറ്റിയ അവസരം. നല്ല ഒന്നാം തരം സെറ്റപ്പ് ചർച്ചകൾ, എല്ലാ സംവിധാനവും സൗകര്യവും ഉണ്ട്. പണ്ട് സെമിത്തേരി പോലും ഇല്ല, ഇന്ന് നല്ല ബംഗ്ലാവ് പോലാണ് സെമിത്തേരി ഉണ്ടാക്കിയിട്ടേക്കുന്നത്. അപ്പം മരിച്ചാലും കൊണ്ട് കുഴിച്ചിടാൻ അച്ചാന്മാരുണ്ട്. നല്ല ഒന്നാം തരമായിട്ട് സ്റ്റാറ്റസ് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരെണ്ണം വരുന്നില്ല. കാര്യം എന്നറിയാമോ? സാക്ഷ്യം പോയി. Amen. In this age and era is supposed to be statistically where the church is supposed to be growing because the church has its infrastructure, church has all what it needs, but there are no people with good testimony. ഞങ്ങളുടെ ഗ്രാമപ്രദേശം ഇതുവഴി ഒരു KSRTC ബസ് ആണോ? ഒരു ഇപ്പോഴല്ല, പഴയ കാര്യം, ഒരു ഒട്ട KSRTC ബസ്. Amen. We are living in a village side, so there's only one public transportation bus. ഒരു 15 കിലോമീറ്റർ അപ്പുറത്ത് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. Around 15 kilometers past our village, this car broke down. അപ്പൊ അന്നത്തെ കാലത്ത് ഇതേപോലെ മൊബൈൽ ഒന്നുമില്ല. അപ്പൊ ഈ ടൗണിൽ പോയിട്ട് കൊണ്ടുവരണം. This bus broke down, so we did not have telecommunication facilities, so somebody had to go to the town and bring somebody. കണ്ടക്ടർ ഒക്കെ പോകുന്ന ആരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചിട്ട് പോകും. Somebody will be in charge, put in charge there, and the conductor will go. തമാശയല്ല, കൃത്യമായ കാര്യം. This is something that ഒരു അപ്പച്ചനുണ്ടായിരുന്നു, കുഞ്ഞിച്ച മരിച്ചുപോയി. Amen. There was a grandfather in our church, he passed away. Yes. അപ്പം ഈ കണ്ടക്ടർ അങ്ങോട്ട് എന്നിട്ട് ഇങ്ങനെ തട്ടിയിട്ട് ചോദിച്ചത് പെന്തക്കോസുകാരനാണോന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇതൊന്ന് പിടിച്ചേക്കണേന്ന് പറഞ്ഞ് ആ കയ്യിലുള്ള ബാഗ് ഉണ്ടല്ലോ അത് കൊടുത്തിട്ട് അങ്ങ് പോയി. Amen. This conductor, what he did, the bag he had with all the money and the tickets he had, he asked an old man, "Are you a Pentecostal? Are you a believer?" He said yes, and he gave that bag to that man and he left. അപ്പൊ തിരിച്ചെന്നപ്പോ കണ്ടക്ടറോട് ചോദിച്ചു, അതിന്റെ പുള്ളി കൊടുത്തു പറഞ്ഞാൽ പുള്ളി പെന്തക്കോസുകാരനാ, പേടിക്കണ്ട. Amen. And people are watching that asked him, "Why did you give it to that man?" He was saying, "This man is a believer, so I don't have to be worried. He'll keep it safe." ഇന്നാന്നേലോ പെന്തക്കോസുകാരനാന്ന് പറഞ്ഞാൽ 7 അയല തടുപ്പിക്കത്തില്ല. How will it be today if we say we are a believer? We may not be accepted as much. കാരണം പണ്ട് നമുക്ക് സൗകര്യം കുറവായിരുന്നേലും നമ്മൾ വിശ്വസ്തരാണ്, വിശുദ്ധരാണ്, നീതിമാന്മാരാണ്, ഭക്തരാണ്, കള്ളത്തരം കാണിക്കത്തില്ലെന്നും ദൈവഹിതമില്ലാത്ത പരിപാടിക്ക് പോകത്തില്ലെന്നും നാട്ടുകാർക്ക് സാക്ഷ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരകത്ത് വന്നില്ലേ പോലും വഴി കൂടെ പോകുമ്പോൾ പറയുമായിരുന്നു, അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, കാരണം അവർക്കറിയാം ഇവര് വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവം, ഇവരുടെ ദൈവം വിശുദ്ധനാണ്, അതുകൊണ്ട് ഇവരും വിശുദ്ധരാണ്. ദൈവസഭ ആ വിശുദ്ധിയിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആൾക്കാരെ ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. Amen.
Years back, we had a generation, even though we did not have any infrastructure and so that we have today, but we had a generation who was faithful, who was holy, who used to pray. So even if people don't come to church, they would say the God who He calls really responds, and we get prayer requests. But if we cannot walk in that holiness and faithfulness, we cannot create an impact. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം, നമ്മൾ നന്നായിട്ട് അന്യഭാഷ പറയണം, നമ്മൾ നന്നായിട്ട് സ്തോത്രം പറയണം, കൈയടിക്കണം, മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. ഇതൊക്കെ അനിവാര്യമായ കാര്യമാണ്. പക്ഷേ നിരാശപ്പെടുത്താൻ പറയല്ല. പിശാചിന് അന്യഭാഷയെ പേടിയില്ല, പിശാചിന് കയ്യടിയെ പേടിയില്ല, പിശാചിന് പ്രസംഗിക്കുന്ന എന്നെ പേടിയില്ല. ഒറ്റയടിക്കാൻ താഴെയിടും. പക്ഷെ പിശാച് ഭയക്കുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് വിശുദ്ധിയാണ്. വിശുദ്ധി അകത്ത് കത്താൻ തുടങ്ങിയാൽ ഒരു ശത്രുവും പിടിച്ചടക്കത്തില്ല. ദൈവസഭയ്ക്കകത്ത് അവിശുദ്ധിയിലേക്ക് തിരിച്ചു വരാൻ ദൈവാത്മാവിൽ പ്രേരണയുള്ളവർക്കായി ദൈവത്തിന് മഹത്വം. Amen. The enemy is not scared about anything that we do. He is only scared of an holy generation that stands for the Lord. അപ്പം പിന്നെ ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന്റെ ഓപ്പോസിറ്റ്, വിപരീത പദം എന്ന് പറയുന്നത് പിശാചിനെ പ്രസാദിപ്പിക്കുന്നതല്ല. അല്ല. കാര്യം നമ്മൾ ആരും പിശാചിനെ പ്രസാദിപ്പിക്കാൻ പോകുന്നു? അതിന്റെ സാത്താൻ വർഷിപ്പുകാർ ഇതിനകത്തുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഉണ്ടോ? ഇല്ല. പെട്ടെന്ന് ഒരു വിപരീത ശബ്ദം കേട്ടപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും അത് കേറിയിട്ടുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് പിശാചിനെ പ്രസാദിപ്പിക്കുന്നതല്ല, മനുഷ്യനെ പ്രസാദിപ്പിക്കും. Amen. The opposite to pleasing God, if you're not doing that, it's not about pleasing Satan, it's about pleasing human beings. അതുകൊണ്ടാണ് പിശാചിനെ അറിയാൻ എന്നെ ഇവന്മാർ ഒരിക്കലും സ്തുതിക്കത്തില്ല, എന്നെ ഇവന്മാർ ഒരിക്കലും പൊക്കത്തില്ല, എന്നെ ഇവന്മാർ ഒരിക്കലും പ്രസാദിപ്പിക്കത്തില്ല. അതുകൊണ്ട് തമ്മിൽ അങ്ങ് വിചാരിക്കും പ്രസാദിപ്പിച്ചോട്ടെ. ഇവിടെ നിന്ന് അങ്ങോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട്, പിശാചിന് സന്തോഷം. That is why the enemy clearly knows for a fact that we will not worship Satan, we will not praise Satan, but the enemy will let us into a place where we praise human beings each other. പക്ഷേ ദൈവസന്നിധി കടന്നു വരുമ്പോഴാകട്ടെ, ജീവിതചര്യയിലാകട്ടെ, ഒറ്റ ലക്ഷ്യം. എന്റെ ലക്ഷ്യം മനുഷ്യനെ പ്രസാദിപ്പിക്കാനല്ല, ബലവിധേയനെ കർത്താവിനെ പ്രസാദിപ്പിച്ചിട്ട് അപ്പം വിളിക്കുമ്പോ നിത്യതയെ ഹൃദയത്തിനകത്ത് ആഗ്രഹമുള്ളവരെ ചേർക്കാൻ ആ കർത്താവ് വരുന്നത്. പ്രത്യാശയും പ്രതീക്ഷയുമുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. Amen. Let our hearts be determined that somehow I want to please the heart of God and not the heart of man. And when He comes back, I want to go with Him into the eternity. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം ഒന്ന് വിടാം. Amen. I want to mention one more thing and move on. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളില് ദൈവത്തെ പ്രസാദിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ്. കണ്ടോ, 6-ാം വാക്യം, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്ന്. Amen. Hebrews chapter 11 verse 6, it is specifically mentioned, and without faith it is impossible to please God. നമ്മൾ എന്നാ വിശ്വാസം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ 1-ാം വാക്യം പറയാറുണ്ട്. Amen. When you ask what is faith, we quote Hebrews chapter 11 verse 1. വിശ്വാസം കൊണ്ട് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരം 11-ന്റെ 1 അല്ല. Amen. 11-ന്റെ 6. Amen. The answer, how do you please God with faith is mentioned in verse 6 and not in verse 1. ഞാനൊന്ന് പറയാണ്, നിങ്ങളും കൂടെ ചേർന്ന് വായിക്കാൻ കഴിയുമോ? 11-ന്റെ 6-ാം വാക്യം, 11 verse 6. എല്ലാവരും കൂടെ ചേർന്ന് വായിച്ചേ. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. അടുത്തത് എന്താ വിശ്വാസം? എങ്ങനെ വിശ്വാസത്തെ പ്രസാദിപ്പിക്കാൻ പറ്റും? ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അപ്പൊ അതിനെ തിരിച്ചൊരു കാര്യം ഞാൻ പറയാം. മനുഷ്യനെ പ്രസാദിപ്പിച്ചാൽ മനുഷ്യൻ വരും, മനുഷ്യൻ വല്ലതും തരും. പക്ഷെ ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ മനുഷ്യൻ എതിരാവും, മനുഷ്യൻ തരേണ്ടത് കൂടെ തരുത്തില്ല. പക്ഷേ അതിന്റെ ഇടയിലും ആരെല്ലാം മാറി നിന്നാലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനുള്ള അനുഗ്രഹം എന്താണെന്നറിയാമോ? ദൈവം ഉണ്ടാവും കൂടെ. ഒപ്പം മനുഷ്യനെ പ്രസാദിപ്പിക്കാതെ തമ്പുരാനെ പ്രസാദിപ്പിക്കാൻ തീരുമാനിക്കുന്നവന് പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകരാത്രിയിലും വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിന് സ്തോത്രം. Amen. The contrary is the fact that if you are pleasing man, you will understand, you will believe that man exists, and you will receive rewards from man and seek man earnestly. But the contrary of that is what the word teaches us. അതുകൊണ്ട് പെന്തക്കോസ്തിന്റെ ആദ്യ തലമുറയിൽ നമ്മുടെ പിതാക്കന്മാരും മാതാക്കളും ഒക്കെ ഇറങ്ങിയപ്പോ അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളായിരുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കുക. പള്ളിയെ വിട്ട്, പട്ടക്കാരെ വിട്ട്, ചട്ടങ്ങളെ വെച്ച്, ക്രമങ്ങളെ വിട്ട് അവർ ഇറങ്ങി വന്നപ്പോ ഒറ്റ ലക്ഷ്യം, കർത്താവ്
അവരുടെ കുടുംബക്കാർ പോലും കൂടെ നിന്നില്ല. പള്ളിയിൽ നിന്നുള്ള പേര് വെട്ടി. പക്ഷെ എന്നിട്ടും തന്റെ ഇടത്തോടെ നിന്നതുകൊണ്ട് അവർക്കൊരു കാര്യം അറിയാം, ആരും ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങും. Amen. That is why our forefathers left all the tradition and churches and all those things to follow and please the heart of ഇന്ന് God. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവർ, ഇത് നമുക്കുള്ള എന്റെ അനുഭവം വെച്ചുള്ള ഒരു കാര്യം ഞാൻ പറയാണ്. കർത്താവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഹോൾ വിട്ട് പുറത്തു പോയാൽ ഇവിടെ കൊണ്ട് അത് നിൽക്കില്ല. നിന്റെ ഏത് പ്രതിസന്ധിയിലും ആരെല്ലാം കൂടില്ലെങ്കിൽ കർത്താവ് കൂടെ ഉണ്ടാവും. Today, if you decide to walk with God, the Lord will be with you. Even if man forsakes you, He will hold on to you. ഞങ്ങൾ വിശ്വാസ ജീവിതത്തിലേക്ക് പപ്പ ഇങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം പറഞ്ഞല്ലോ, ഞങ്ങൾ വലിയ പ്രതിസന്ധിപ്പെട്ടു പോയാൽ. We were in great times of trouble and problem when my dad gave his life for എന്നെ ministry. ഒത്തിരി ഉപദേശിച്ചിട്ടുണ്ട് ചർച്ച. എന്റെ അമ്മയും വല്യമ്മച്ചി Amen. പപ്പയൊക്കെ, മോനെ അങ്ങനൊന്നും അല്ലടാ, നമ്മളെ പിടിച്ചൊരു ദൈവം ഉണ്ടടാ, My നമുക്ക് parents, ദൈവം പ്രതിഫലം തരുവടാ Amen. എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്കിത് മനസ്സിലാവത്തില്ല. Amen. My parents have always advised me saying, our God has called us and God will bless us. But at that point, I never understood. അപ്പൊ ഇവരുടെ നാവ് കൊണ്ടുള്ള പറച്ചിലിൽ എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ കേൾക്കാനായിട്ട് എൻ്റെ വല്യമ്മച്ചി നന്നായിട്ട് പഴയ പാട്ടൊക്കെ പാടും. അപ്പൊ ഇരുന്ന് പാടും, ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് അറിയാലല്ലേ പഴയ പാട്ട്, പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ ആ പാട്ട് ഒന്ന് പാടും. അപ്പൊ എനിക്ക് ഇട്ട് തരിക, എനിക്ക് മനസ്സിലാവണം, കാരണം പറഞ്ഞാൽ കേൾക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ പാട്ട് പാടി തരിക. Amen. When there was a point in my life where they spoke to me several times and they did not understand, they tried to convey it to me through songs of that time. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു വല്ലായ്മ. എൻ്റെ കാരണം പ്രത്യേകിച്ച് എൻ്റെ മാതൃസഭ വേറൊരു അമ്മച്ചിയുണ്ട്. അമ്മച്ചി ഉള്ള സാക്ഷ്യത്തിന് എഴുന്നേറ്റ് പഴയ കാലമല്ലേ, മരുമോടെ കുറ്റവും എല്ലാം പറഞ്ഞിട്ട് അവസാനം പറയും, എന്നാലും ഞാനൊരു പാട്ട് പാടുകയാണ് എന്തെല്ലാം വന്ന. അപ്പൊ ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോഴേ ഓർമ്മ വരുന്ന അമ്മച്ചിയുടെ പേരാ. Amen. There was another grandmother in our church where she used to stand up for testimony and she used to talk ill about others and her family, and then she will still keep singing songs. So when my grandmother starts singing songs, I get memory of this എന്റെ അമ്മച്ചി ആ പാട്ടിലൂടെ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന മൊത്തം, മോനെ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പേടിക്കണ്ടടാ. Amen. എല്ലാരും നമ്മളെ കൈവിട്ടാലും, ഇന്ന് പട്ടിണിയാന്നേലും, ഇന്ന് രോഗം ഉണ്ടെങ്കിലും, ഇന്ന് പ്രതിസന്ധി ഉണ്ടെങ്കിലും, ഇന്ന് നമ്മുടെ കൂടെ ആരും നിന്നില്ലെങ്കിലും നമ്മളെ മാനിക്കുന്ന ഒരു കർത്താവ് ഉണ്ടടാ. ഇതാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. But through those songs, my grandmother was trying to convey to me the fact that even when man forsakes us, there is a God who holds on to us. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ പലരും വിശ്വാസത്തിലൊന്നും അല്ല. A lot of my family are still not believers. ഏറ്റവും കൂടുതൽ എതിർത്ത ഒരു അച്ഛനുണ്ട്, ഏറ്റവും കൂടുതൽ എതിർത്തത്. I had a big family member in my family who was so against us. ഞങ്ങൾ ഇങ്ങനെ കേട്ടുള്ളത്, എന്റെ പപ്പ വിശ്വാസത്തിൽ വന്ന സമയത്ത് വിവാഹം പോലും എന്റെ വീട്ടിൽ വെച്ച് നടന്ന സമ്മതിച്ചില്ല. ഞങ്ങൾ മമ്മിയുടെ വീട്ടിൽ വെച്ച് നടത്തിയത്. അത്രയ്ക്ക് പ്രശ്നമായിരുന്നു പുള്ളി. When we became newborn believers, my father's father did not even let my dad get married in the family. ഇറങ്ങി തിരിച്ചതോടുകൂടി ഭയങ്കര പ്രശ്നമായിരുന്നു. Amen. And when we decided to go into ministry, it was even a bigger problem. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ കല്യാണം നടക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ചാരി കസേരയിൽ ഇരുന്നിട്ട് വരുന്നവരോടെല്ലാം പറയാം, ഞങ്ങളുടെ കുടുംബമേ നല്ല കുടുംബമാണ്, പിന്നെ എല്ലാ സന്തോഷമാണ്, എല്ലാവരും സ്നേഹമാണ്, പിന്നെ ഒരു കുഴപ്പമേ ഉള്ളൂ, ഒരുത്തൻ അങ്ങ് പാസ്റ്ററായി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത്. There was this man who there was a wedding in our family and the guests were walking, and this man used to say, our family is a perfect happy family, but there is one portion of the family, one guy became a pastor. ഇപ്പോഴും വളരെ വേദനയോട് ഓർക്കുന്ന ഒരു കാര്യം, but there is a pain in my heart that I remember. മനുഷ്യൻ ഒരു 10 വർഷം മുമ്പ് എൻ്റെ പിതാവിനെ കണ്ടപ്പോൾ നെഞ്ചത്തടിച്ചിട്ട് പറഞ്ഞു, എടാ നീ ബൈബിൾ എടുത്തോട്ട് നീ രക്ഷപ്പെട്ടടാ. This man, കാരണം നശിച്ചു പോയി എന്ന് പറയുമ്പോഴും ഞങ്ങൾ വളരെ വേദനിക്കുന്നുണ്ട്. എന്നാലും വന്നില്ല. തീരാൻ പോവാന്ന് തോന്നിയപ്പോഴും രക്ഷ ഇതിലേ ഉള്ളെന്ന് പറഞ്ഞിട്ട് പോലും അച്ഛൻ വന്നില്ല. പക്ഷെ എന്നാലും നിരാശയോടെ വിളിച്ചു പറയാണ്, എടാ നീ ബൈബിൾ എടുത്തോണ്ട് നീ രക്ഷപ്പെട്ടു. But 10 years back, this man, when this man met my dad, he said, just because you decided to lift up this word, you got your life saved. ഇന്ന് രാത്രി അനുഭവമുള്ള പ്രിയപ്പെട്ടവർ ഇതിനകത്തിരിക്കുന്നത് എനിക്കറിയാം. Amen. I know you have similar experiences. ഒരു കാലത്ത് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചതിന്റെ ഫലമായിട്ട് ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ നേരിട്ടപ്പോഴും തന്റെ ഇടത്തോടെ പിടിച്ചു നിന്ന നമ്മളെയോ നമ്മുടെ പിതാക്കന്മാരെയോ ദൈവം ലജ്ജിപ്പിച്ചിട്ടില്ല. അതിന്റെ അനുഭവമാണെന്ന് തിരിച്ചറിവുള്ളവർക്കാണ് ദൈവത്തിന് സ്തോത്രം. The Lord never put us to shame when we decided to leave things that was important to us just to please the heart of God. Hallelujah. Amen. അപ്പം
ഹാനോക്കിന്റെ രണ്ടാമത്തെ ജീവിത ദർശനം അതായിരുന്നു ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരു The മനസ്സുണ്ടായി. second most important vision in his life was he wanted to please അടുത്ത God. രണ്ട് കാര്യം വ്യാഖ്യാനമില്ലാതെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. I want to mention the next two things. without much യൂദയുടെ interpretation. ലേഖനം 14-16 വാക്യത്തിൽ പറയാണ് ദൈവത്തിന് വേണ്ടി സംസാരിച്ച ഹാനോക്ക്. Amen. Enoch, who prophesied or spoke for God, we see in Jude എന്റെ chapter. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിലെ ജീവിതത്തിന്റെ അവസ്ഥകൾ നിങ്ങൾ എടുത്തു നോക്കണം. ആ 14-15 വരെ സമയമില്ലാത്തോണ്ട് വായിപ്പിക്കാത്തത്. കാര്യസാധ്യത്തിന് വേണ്ടി ഉപായം പ്രയോഗിക്കുന്നവര്, വമ്പ് പറയുന്നവര്, അനീതിക്കാര്, തെറ്റ് ചെയ്യുന്നവര്, പിറുപിറുക്കുന്നവര്, തങ്ങളുടെ ഗതിയെ കുറിച്ച് ആവലാതി പറയുന്ന ഒരു അശുദ്ധരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ വിശുദ്ധിയോടെ ദൈവത്തിന് വേണ്ടി നിന്നു. Amen. A lot of people who are doing things for their own benefits and trying self-destruction, but there is this man who stood for God to become the voice of God in a generation. പലരും യവനക്കാര് പലരും നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, എന്റെ പാസ്റ്ററെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല പാസ്റ്ററെ. Amen. A lot of people, young people, when we talk to them, they tell us that this is not a time where we can live peacefully. തിരിച്ചറിയാൻ ഒരു കാര്യം ഞാൻ പറയാണ്, ഏത് കാലത്തും വിശുദ്ധന്മാരെ നിന്നിട്ടുള്ളത് Amen. എല്ലാരും പോകുന്നതിന്റെ ഒരു പോക്കിലല്ല. അത് ഇറ്റ് ഈസ് ഈസി. Amen. പക്ഷെ അതിന്റെ നടുവിൽ തന്റെ ഇടത്തോടെ നിന്നവരാണ് യഥാർത്ഥ വിശുദ്ധന്മാർ. In every generation, in every timeline, we see people of God who were set apart, did not go along with the flow. It was not easy. Yes. They were set apart and consecrated for God. ഒഴുക്കിനെതിരെ ഒഴുകാൻ വല്ല പ്രയാസമുണ്ട്? Amen. Is there any trouble to flow according to the flow? ചുമ്മാതെ കിടന്നു കൊടുത്താൽ അങ്ങ് പോകും. To swim in the flow, it is easy. You just need to lay down. പഴയ ആൾക്കാർക്കെങ്കിലും മനസ്സിലാവും, നമ്മുടെ നാട്ടിലെ കല്യാണത്തിന് ഷട്ടർ തുറക്കുമ്പോഴേ ചുമ്മാ നിന്നാ പോരെ, പൊക്കിയെടുത്തോണ്ട് അങ്ങ് പോകും. വല്ല പ്രയാസമുള്ള കാര്യമാണ്? ഒന്നുമില്ല. നിൽക്കാൻ അതിനെതിരെ ഒന്ന് നിന്ന് നോക്ക്, എങ്ങനെ ഇരിക്കും? പക്ഷെ അങ്ങനെ നിൽക്കുന്നവനാ ഹീറോ. Amen. The person who stands against the flow is the characteristic or the central character. ഞാൻ സാധാരണ യൂത്ത് ക്യാമ്പുകളൊക്കെ പറയാറുണ്ട്, നമ്മുടെ പിതാക്കന്മാരൊക്കെ വിടിരിപ്പുണ്ട്. പഴയ കാലത്തെ പിതാക്കന്മാർ വിശുദ്ധരായിരുന്നു, ഉറപ്പാണ്. വിശുദ്ധിയോടെ ജീവിച്ച ഒരുപാട് ഭക്തന്മാരുണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് കോമൺ ആയിട്ടൊരു കാര്യം പറയാം, ഏത് കാലത്തും മര്യാദയ്ക്ക് ജീവിച്ചൊരു കുറവാണ്. Amen. In general, ഏത് കാലത്തും അശുദ്ധിക്ക് വേണ്ടി പോയവരാണ് ഭൂരിപക്ഷം. ആണോ അല്ലയോ? Amen. നിങ്ങളുടെ പ്രായമുള്ളവരുണ്ടല്ലോ, ഏറ്റവും എത്ര വയസ്സുണ്ട്? 68. 68 കൂടുതലുള്ളവരുണ്ടോ? എൻ്റെ അപ്പം 70 കഴിഞ്ഞു, 78. അച്ഛനൊന്നും എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രായമുള്ളത്. ആ കാലത്തും അശുദ്ധന്മാരല്ലേ കൂടുതൽ? ആ ഏത് കാലത്തും ഭൂരിപക്ഷം ലോകത്തിലൂടെ. In every generation, Amen. In every generation, we see a trend where the vast majority is unholy people, but God had always a set consecrated people. Amen. But always in every generation there was a remnant. That is why the church is still existing. This is something that I share in the youth camps. പാപം ചെയ്യാൻ അവസരം ഇച്ചിരി കുറവായിരുന്നു. I mean, in youth camps in those generations, when I talk, I say the chances of doing sin or committing sin was lesser. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഭാഷ അത് എന്തുവാ എന്നൊന്നും പറയരുത്. പക്ഷെ ഞങ്ങൾ ആകെ ലോകത്തിന് പുറകെ നടക്കുന്ന കാലത്ത് ഈ 2:30 ഒരു ചലച്ചിത്രഗാനമുണ്ട്. ഇതൊന്ന് കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷേ സെക്രട്ടറി കയറി വരുവോ, പാഷ് കയറി വരുവോ, സഭക്കാർ കയറി വരുവോ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പ് മുടക്കും. അങ്ങനെ ഒരു കാലമാണ്. There was a time when we were studying in college, and there was a particular program where they used to do secular songs at 2:30 p.m. and we want to watch that, but we are so scared if our leaders would come in. അടയ്ക്കാമരം വെട്ടിക്കളയാത്ത അച്ചാനെ മുടക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു പെന്തക്കോസ്റ്റിൽ. There was a time when there was a man who wanted to get buried, and they actually rebuked him all the theology ഒന്നും ചോദിക്കരുത്. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു കാലം പെന്തക്കോസ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. There was a strict culture in this community. നമ്മൾ ഈ ലോകത്തിന് പുറകെ നടക്കുന്ന സമയത്ത് ഈ ചലച്ചിത്രമാണ് ഓപ്പൺ ചെയ്തിട്ട് ഒരു കാല് അകത്തും ഒരു കാല് പുറത്തുമാണ്. കാര്യം ഒരാളും കാണില്ല, കാണുമ്പോൾ നമ്മൾ പോയി ഓഫ് ചെയ്യും, പിടിച്ചാൽ പിടി. അതായിരുന്നു അന്നത്തെ കാലത്ത് മാക്സിമം കിട്ടുന്ന അവസരം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ 2-3 കൊച്ചന്മാർ അപ്പുറത്തിപ്പുറത്തും ഉണ്ട്. നീർക്കോലി കടിച്ചാലും പറയും മൂർഖം പാമ്പാണ്. അപ്പൊ ഞാൻ സാധാരണ കുഞ്ഞുങ്ങളോട് പറയണം, അങ്ങനെ കുറെ അമ്മമാരെ കിട്ടിയത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇവരെ പേടിച്ചെങ്കിലും പാപം ചെയ്യാൻ. Amen. We had the only extent we used to go was when we wanted to watch this, we would stand at the door and we make sure that we can escape quickly. And then there was a set of mothers who would just exaggerate things. So if afraid of them, we wouldn't commit sin. അപ്പൊ ഞാൻ ചെയ്ത് എന്തായാലും അവര് കൂട്ടി പറഞ്ഞാലും ശരി, ഇവരെ പേടിച്ചെങ്കിലും നമ്മൾ എന്ത് ചെയ്യത്തില്ല. Amen. ആവശ്യമില്ലാത്ത പണിക്ക് പോകത്തില്ല. Even though they exaggerate things, we are scared of those things that we've heard, so we will not do things that are necessary. ഞാൻ സാധാരണ പറയാൻ കാര്യം, അന്നത്തെ കാലത്ത് ഇത്രയൊക്കെ അവസരം ഉള്ളായിരുന്നു. പക്ഷെ അതിന്റെ നടുവിലും വിശുദ്ധിയോടെ നിന്നവരെ
കർത്താവ് പ്രതിഫലം കൊടുത്തെങ്കിൽ Amen. ഇന്ന് വിരത്തുമ്പിലല്ലേ പാപം ഇരിക്കുന്നത്. Amen. അപ്പൊ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഞാൻ കണ്ടില്ല, പലയിടത്തും മൊബൈൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കക്ഷികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. Amen. ചർച്ചിനകത്ത് സഭായോഗം നടക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുന്ന അച്ചാച്ചന്മാരുണ്ട്. Amen. ഈ എന്ന് പറഞ്ഞാൽ മൊബൈലിന്റെ വിരത്തുമ്പിലിരിക്കുകയാണ് പാപം. Amen. പക്ഷെ അത്രയും അവസരം മുമ്പിൽ നിൽക്കുമ്പോഴും Amen. അന്നത്തെ കാലത്ത് അവസരം കുറവുള്ളപ്പോ തൻ്റെ ഇടത്തോടെ വിശുദ്ധിയോടെ നിന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുത്തെങ്കിൽ ഇത്രയും അവസരങ്ങൾ കണ്ണിന് മുമ്പിലും കാലിനിമ്പമായും വിരലിന്റെ തുമ്പത്തും നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ വിശുദ്ധിയോടെ നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എത്ര വലുതായിരിക്കും. At that point of time when the possibilities of sin were so dim and when there was a generation who decided to stand for God. But if we decide to stand right now where the possibility is at our fingertips, how much more greater reward will it be? ഒഴുകുന്ന ഒരു ജനറേഷനെ അല്ല കർത്താവ് ഇന്ന് രാത്രി തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. Amen. മറിച്ച് ലോകം ഒഴുകുമ്പോ ആ ട്രെൻഡിനെതിരെ നിൽക്കാൻ, ആ വിപ്ലവങ്ങൾക്കെതിരെ നിൽക്കാൻ കർത്താവിന്റെ മാത്രമാണ് ഞാൻ എന്ന് പറഞ്ഞ് വിശുദ്ധിയോടെ നിൽക്കാൻ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഈ ദൂത് എനിക്കുള്ള ദൂതാന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അധരങ്ങളൊന്ന് തുറന്ന് കർത്താവിന് അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്താൽ. The Lord is looking for a generation who does not go with the flow of the world, but who stands against the flow of the world and say, I am a consecrated generation for the Lord. Put your hands together and worship the Lord ഈ tonight. അവസാന നിമിഷങ്ങളിലെ പാർശ്വോടും ഇവിടെയുള്ള പ്രത്യേകിച്ചുള്ള പ്രിയപ്പെട്ടവരോടൊക്കെ ദൈവാത്മാവ് പറയുന്നൊരു തോത് നമ്മുടെ തലമുറകളെ സംബന്ധിച്ചിടത്തോളം പാപത്തോട് നോ പറയാൻ തന്റെ ഇടമുള്ള ഒരു ജനറേഷനെ കർത്താവ് ഈ സഭയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പോവാ. അവര് മാത്രമേ ചരിത്രത്തെ തിരിക്കാൻ പറ്റൂ. അവർക്ക് മാത്രമേ കാലഘട്ടത്തെ തിരിക്കാൻ പറ്റൂ. അവർക്ക് മാത്രമേ ദേശത്തെ തിരിക്കാൻ പറ്റൂ. അവരുടെ കർത്താവ് പുറത്തെടുക്കാൻ പോവാണ്. ആത്മാർത്ഥതയോടെ ഇതിനെ കൈയടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കാം. The Lord is bringing out a generation who would say no to sin in this time and stand strong for the Lord, who will change the history of the world. Ya baba na kaba എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു കാലഘട്ടത്തിലുണ്ടല്ലോ ന്യായപ്രമാണം എഴുതിയിട്ടില്ല. ഹാനോക്കിന്റെ കാലഘട്ടത്തിൽ ന്യായപ്രമാണം എഴുതിയിട്ടില്ല. At that point, the book of law is not written in the times of Enoch. അന്ന് ഹാനോക്കിന് ഒരു ഉപദേശിയില്ല. Enoch did not have a pastor. ഹാനോക്കിന് ഉപദേശിക്കാനും ആളില്ല. Enoch did not have anybody to counsel him either. പക്ഷേ ഞാൻ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ആ കാലഘട്ടത്തിന്റെ ശബ്ദമാക്കിക്കൊണ്ട് But at that time, ചരിത്രത്തിലെ ആദ്യത്തെ പ്രവാചകനായിട്ട് ദൈവം ഹാനോക്കിനെ പുറത്തെടുത്തു. the Lord brought him out as the first prophet of that entire generation in that timeline and era. ഏത് കാലഘട്ടത്തിലും ദൈവത്തിന് സംസാരിക്കാൻ ഒരു ചാലക ശക്തിയെ വേണം. Amen. There is always a channel through which the Lord wants to speak to the world. പക്ഷേ ഇന്ന് രാത്രി ദൈവാത്മാവോട് അന്വേഷിക്കാൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വിഷയമല്ല. Amen. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ദൈവത്തിന് വിഷയമല്ല. Your background is കർത്താവ് അന്വേഷിക്കുന്നത് കർത്താവിന്റെ അധരമായി മാറിക്കൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ശബ്ദമായി മാറാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ മീറ്റിംഗിലൂടെ സ്വർഗ്ഗം പുറത്തെടുക്കുകയാണ്. The Lord wants to take out people to become His voice in this generation. ഇന്നലെ രാത്രി പ്രിയ പൈതല് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവിക ദൂത് ഇവിടെ വിളിച്ചു പറഞ്ഞു. Amen. Last night we heard so many ministering from the word. നമ്മുടെ പല കുഞ്ഞുങ്ങളും സംസാരിച്ചു. A lot of our children spoke. ദൈവാത്മാവ് പറയാണ് ഇതൊരു തുടക്കമാണ്. Amen. The Holy Spirit is assuring this is just the beginning. കർത്താവിന്റെ നാവായിട്ട് മാറാൻ സ്വർഗ്ഗം ചിലതിനെ പുറത്തെടുക്കുന്ന സമയങ്ങളാണ്. The Lord will bring out people to become His voice. അത് അത്തിപ്പഴം പറക്കിക്കൊണ്ടിരിക്കുകയാണോ, പുരോഹിതനല്ലയോ, ഇതൊന്നും ദൈവത്തിനൊരു വിഷയമല്ലെന്നേ. ഏത് സാഹചര്യത്തിൽ നിന്ന് വന്നാലും ഉപയോഗിക്കപ്പെടാൻ കർത്താവിന്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്തവനെ ചരിത്രം തിരിക്കത്തക്ക രീതിയിൽ ഉപയോഗിക്കാൻ ദൈവത്തിന് കരുത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. God is not concerned about your background and circumstance from where you come, but if you are ready to surrender into His hands, He is faithful to use you. അവസാനത്തിൽ ഒരു ഡെസ്റ്റിനി ഉണ്ട്, അത് വ്യാഖ്യാനിക്കാതെ പറഞ്ഞു നിർത്താം. Even there's one last destiny where he reached. എടുക്കപ്പെട്ടു. He was taken away. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവർ, Amen. കർത്താവിനോടൊപ്പം നടക്കുന്നവർ, Amen. കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവർ, Amen. കർത്താവിന് വേണ്ടി സംസാരിക്കുന്നവനെ കർത്താവ് എടുത്തു. Amen. People who are walking with God, who are used by God, who are walking, becoming the voice of this generation, the Lord will take them. ഒരു കണക്ഷനാണ്. Amen. പക്ഷേ ഇന്ന് എങ്ങനെയൊക്കെ ജീവിച്ചിട്ട് സമയമാകുമ്പോൾ പോണേ എന്നൊക്കെ നടക്കത്തില്ല. Amen. ഈ കാലഘട്ടത്തിൽ തെളിയിക്കണം. Amen.
This is a connection that you have with the divine God. In this generation, you need to prove how to walk with ഞാൻ God. ദൈവത്തോടൊപ്പം നടക്കും. Amen. I will decide to walk ഞാൻ with ദൈവത്തെ God. പ്രസാദിപ്പിക്കും. I choose to please God. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കർത്താവിന്റെ നാവായിട്ട് മാറും. I will become the voice of the Lord in this generation. ക്ലിയർ. ദൈവത്തിന്റെ സമയമാകുമ്പോൾ കർത്താവ് കൊണ്ടുപോയിക്കോളും. Amen. On the right time, the Lord will take you. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സന്തോഷം അകത്തുള്ളവർക്കായിട്ട് ദൈവത്തിന് I thank the Lord for such a joy. ഇന്ന് രാത്രിയിൽ സമയം കഴിഞ്ഞെന്ന് എനിക്കറിയാം. എങ്കിലും ഒരു ചോദ്യം ചോദിക്കാം. Tonight, one more question. I know the time has come to an end. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നോട് സംസാരിച്ചു. Holy Spirit spoke to me. ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവിന്റെ ശബ്ദമായിട്ട് മാറാൻ, In this generation, to be the voice of God, കർത്താവിനെ പ്രസാദിപ്പിക്കാൻ, to please God, കർത്താവിനോടൊപ്പം നടക്കാൻ to walk with God. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. I surrender tonight. എനിക്ക് കർത്താവിന്റെ പ്രതിനിധിയായിട്ട് ഈ കാലഘട്ടത്തിൽ നിൽക്കാം. I want to be the ambassador of God. അങ്ങനെ ആഗ്രഹമുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തി. Only such people raise your hands to heaven tonight. മാത്രം കരങ്ങൾ ഉയർത്തി. Raise your hands to heaven tonight. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചവരെല്ലാവരും നാവ് തുറന്നു പ്രാർത്ഥിച്ചു. Those who raise your hand, open your mouths and start speaking. എല്ലാവരും നാവ് തുറന്നു പ്രാർത്ഥിച്ചു. Talk to the Lord, pray. മൗനമായിട്ട് നിൽക്കരുത്. എല്ലാവരും നാവ് തുറന്നു പ്രാർത്ഥിച്ചു. Not to remain in silence, but pray. Pray tonight. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് ചിലരെ തൊടുക. The Lord is touching some people. പരിശുദ്ധാത്മാവ് ചിലരെ സ്പർശിക്കുക. The Lord is touching some people. അനുഭവിക്കാത്ത ദൈവ സാന്നിധ്യം ചിലർ ഇന്ന് പകൽ രാത്രി അനുഭവിക്കാൻ പോകുകയാണ്. The Lord, you're going to experience a greater measure of presence of God. അറിയുന്നവർ നാവ് തുറന്ന കർത്താവിനെ സ്തോത്രം. If you experience that presence, open your mouth and start praising God. നോക്കിയിരിക്കരുത്, മുമ്പിലും പുറകിലും നോക്കിയിരിക്കരുത്. Don't be spectators tonight. ഇറങ്ങി നിൽക്കുന്ന സമയങ്ങൾ. The presence of God is hovering here. ആ ദൈവ സാന്നിധ്യം ശരീരത്തിൽ അനുഭവിക്കുന്നവരെ പ്രതികരിച്ചു. If you are experiencing that on your body, പ്രതികരിച്ചു. Oh, respond to the presence tonight. കരത്തിന് വേണ്ടി Oh, surrender yourselves to the hands of God. പ്രേരണ തരുന്നത് കരയാനാണെങ്കിൽ കരയാം, കൈയടിക്കാനാണെങ്കിൽ കൈയടിക്കാം, നാവ് തുറക്കാനാണെങ്കിൽ നാവ് തുറക്കാം. ശാന്തമായിട്ട് ദൈവത്തോട് You can take all the freedom to express what the Lord is doing. Open your mouth, fill this room with your praises. Fill this room with your praises. Oh, Holy Spirit, would you move again? Would you move again? Would you move in power? Would you move in might? നിറയട്ടെ, പരിശുദ്ധാത്മാവിൽ നിറയട്ടെ, പരിശുദ്ധാത്മാവിൽ നിറയട്ടെ, അഭിഷേകത്താൽ നിറയട്ടെ, ദൈവാത്മാവ് നിറയട്ടെ, 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 ആത്മാവിൽ നിറയട്ടെ, ആത്മാവിൽ നിറയട്ടെ, ആത്മാവിൽ നിറയട്ടെ. Holy Spirit, move. അഭിഷേകത്തിലെ അഗ്നി കത്തി തുടങ്ങട്ടെ. Oh, let the fire of the anointing move. ഈ ആത്മാവ് വരുവോ? Let the fire of the ആത്മാവിന്റെ anointing. കൺട്രോളിലാകട്ടെ. പരിശുദ്ധാത്മാവ് ചിലരെ നിയോഗത്തിലേക്ക് നയിക്കുക. The Lord is guiding you to a divine appointment. തീരം ഭാരം കടലം പൈതം ഭാരം 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 അത്തക്കാലവരം ഭാരം കടമം പൈതം കാലവരം തീരീര കടകം ഭൂതം സാന്നിധ്യം വെളിപ്പെടുകയോ? Oh, the presence of God is moving. സാന്നിധ്യം വെളിപ്പെടുകയോ? The presence of God. ശരീരങ്ങളിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങുക. The Lord is touching your body tonight. ഒരുപോലെ ആത്മാവിൽ നിറയട്ടെ. ചില ശരീരങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. Oh, the hand of God is touching your bodies tonight. കർത്താവിന്റെ അധരമായി മാറുക. ചിലരുടെ The Lord is turning some tongues. അഭിഷേകത്തോടെ ചിലരെ പുറത്തെടുക്കുക. The Lord is bringing out with an anointing. Sandala brebesh, bregetesh, la brokos prakapariata, les babarayandal bakatayata, subori breberi al bakatayata. Oh, fill Lord, fill Lord. Emrekes babrakataya.
ഇന്ന് രാത്രിയിൽ ഇവിടെ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യത്തിനാ നന്ദിയപ്പ. Lord, thank you for your presence is hovering over this place. ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി ഹോളി സ്പിരിറ്റ് തൊടുന്നല്ലോ. Lord, thank you that you are individually, personally touching ഈ hearts. കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. Thank you that you are strengthening us to stand for you, God. കർത്താവേ, ഹാനോക്കിന്റെ ആ പ്രതിനിധിയായിട്ട് നിന്നതുപോലെ ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ പ്രതിനിധിയാക്കി ഞങ്ങളെ നിർത്തണേ. Now, like how Enoch stood as your representative, Lord, make us your ഞങ്ങളെ തന്നെ representatives. ഏൽപ്പിക്കുകയാണപ്പാ. Lord, we surrender our lives to you. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തതിനാൽ Thank you that you are doing wonders. ഇന്ന് കരമുയർത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കും. In the name of Jesus, we bless everybody who raised their hands to surrender their lives. അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. Let them be a blessing. അദൃശ്യമായ കരം അവരുടെ മേൽ തൊടണമേ. Thank you that your invisible hand is upon them. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. In Jesus' name, God amen. bless you, കർത്താവേ. അനുഗ്രഹീതമായ നല്ല ദൈവോച്ചന